മഹാനും ഭയങ്കരനുമായ കർത്താവിന്റെ വലിയ നാമത്തെ ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകിയ സമയം നമുക്കൊരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. പല സ്ഥലങ്ങളിലായി ദൈവം നമ്മെ കാക്കുന്നതോർത്ത്, തിരുകൃപയിൽ നമ്മെ വഴി നടത്തുന്നതോർത്ത് സ്തോത്രം. സമയം കണ്ടെത്തി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം എല്ലാവർക്കും ശ്രീ യേശുനാഥന്റെ നാമത്തിൽ. നമുക്ക് പ്രാർത്ഥനാപൂർവം തിരുവെഴുത്തുകളെ പഠിക്കുവാനായിട്ട് സമയത്തെ വേർതിരിക്കാം. സഭയും മഹാപീഡനവും എന്ന വിഷയമാണ്. വിവിധമായ ഉപദേശങ്ങൾ അതേ സംബന്ധിച്ച് നിലനിൽക്കുന്നത് കൊണ്ട് അല്പം വിശാലമായി നമ്മൾ ചിന്തിച്ചു വരുന്നത്. സഭാ മഹാപീഡനത്തിലൂടെ കടന്നുപോകും എന്ന് വാദിക്കുന്ന പല പാസ്റ്റേഴ്സും ഇന്ന് പെന്തക്കോസ്തിനകത്തിലുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് സഭകളുടെ പൊതുവായ ഉപദേശം സഭ മഹാപീഡനത്തിലൂടെ പോവുകയില്ലെന്നും അതിനു മുമ്പ് കർത്താവ് മേഘങ്ങളിൽ വന്ന് സഭയെ തന്റെ അടുക്കൽ ചേർക്കുമെന്നും ആണ്. എന്നാൽ അന്യമായ ഒരു ഉപദേശം ഇങ്ങനെ വളരെ ശക്തിയോടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അതിലെ ചില വശങ്ങൾ എടുത്ത് ചിന്തിക്കുന്നു എന്ന് മാത്രം. അതില് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനിയും ചിലതും കൂടെ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പഠിച്ചത് മഹാപീഡനം, മഹാക്ലേശം, മഹാ ഉപദ്രവം ആർക്കാണ് എന്നുള്ളതായിരുന്നു. അതിൽ നമ്മൾ കണ്ടത് പ്രധാനമായും ദാനിയേലിനോട് 70 ആഴ്ചവട്ടത്തെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ ദാനിയേൽ 9-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗങ്ങളാണ്. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും, ഇസ്രായേലിനും യെരൂശലേം നിവാസികൾക്കും യെരൂശലേം പട്ടണത്തിന് പോലും. അവിടെ പട്ടണം അല്ലെങ്കിൽ യെരൂശലേം നഗരം എന്നുദ്ദേശിക്കുന്നത് നഗരവാസികൾ, നഗരത്തിലെ അവരുടെ ആരാധനാലയം ഉൾപ്പെടെയുള്ള വ്യവസ്ഥിതികൾ, ഇവയൊക്കെയാണ്. സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല, ഇസ്രായേലിലെ പ്രധാനികളെയും യെരൂശലേമിൽ പാർക്കുന്നവരെയും അത് ബാധിക്കും എന്ന് നമ്മൾ കണ്ടു. പിന്നീട് ജാതീയ ലോകം. ജാതീയ ലോകത്തിൽ 2 തരം ആൾക്കാരുണ്ടാവും. കൈവിടപ്പെട്ടു പോയ ജനതയുണ്ട്. സഭയിൽ ആയിട്ട് ഭൂമിയിലെ ഭൗതിക സഭയിൽ, പ്രാദേശിക സഭകളിൽ, സംഘടനാ സഭകളിൽ ആയിരുന്നിട്ട് കൈവിടപ്പെട്ടു പോകുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടാകും. 2, യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടും ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ക്രിസ്തുവിനെ തിരസ്കരിച്ച ഒരു വിഭാഗം ഉണ്ടാകും. മറ്റൊരു വിഭാഗവും കൂടെ ഉണ്ടാകും. അതാണ് ക്രിസ്തുവിനെ കുറിച്ച് ഒരുപക്ഷെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു വിഭാഗം. ഇങ്ങനെ മഹാപീഡനത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട 4 കൂട്ടർ. പ്രധാനമായും 2
യഹൂദനും യവനനും. ആ യവനരെ മൂന്നായിട്ട് തരംതിരിക്കാം പിന്നീട്. ഒന്ന്, സഭയിലായിരുന്നിട്ട് കർത്താവിന്റെ കൂടെ പോകാതെ കൈവിടപ്പെടുന്ന പാസ്റ്റർമാർ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം ഉണ്ടാകും. രണ്ട്, സുവിശേഷം കേട്ടിട്ടും യേശുവിൽ വിശ്വസിക്കാതെ ഇരുന്ന ജാതികൾ ഉണ്ടാകും. മൂന്ന്, സുവിശേഷം കേൾക്കുവാൻ അവസരം ലഭിക്കാതിരുന്ന, സുവിശേഷം കേൾക്കാതിരുന്ന സമൂഹം ഉണ്ടാകും. അപ്പോൾ സംശയം തോന്നിയേക്കാം, സുവിശേഷം കേൾക്കാത്തവർ കാണുമോ? കാരണം ലോകാവസാനത്തിന് മുമ്പ് ഈ സുവിശേഷം, ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകം എങ്ങും പ്രസംഗിക്കപ്പെടണം എന്നാണല്ലോ നിയമം, വ്യവസ്ഥ, വചനം, ക്രിസ്തു പറഞ്ഞത്. നമ്മൾ അതിന്റെ ഉത്തരം നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഇന്ന് നാം പ്രസംഗിക്കുന്നത് ദൈവകൃപയുടെ സുവിശേഷമാണ്. Today we preach about or preach the gospel of the grace of God for salvation. But Christ spoke about the gospel of the kingdom of God for testimony. ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്നത് ദൈവകൃപയുടെ സുവിശേഷമാണ്. എന്തിനു വേണ്ടി? രക്ഷിക്കപ്പെടുവാൻ. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞതോ രാജ്യത്തിന്റെ സുവിശേഷമാണ്. എന്തിനു വേണ്ടി? സാക്ഷ്യത്തിനായി. സാക്ഷ്യത്തിനായി. അപ്പോൾ കൂടാതെ നമ്മൾ റോമർ 11:25 നിന്ന് കണ്ടിട്ടുള്ളത് ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുക എന്ന ഒരു കണക്കാണ്. അതിൻ്റെയും അർത്ഥം നമ്മൾ പല ആവർത്തി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആവർത്തിക്കാതെ വിടും. അപ്പോൾ ഇങ്ങനെ ജാതികളിൽ യഹൂദന്മാരെ കൂടാതെ ജാതികൾ, മഹാപീഡനത്തിലേക്ക് പ്രവേശിക്കുന്ന ജാതികൾ 3 തരം ആകാം. ഇന്ന് യേശുവിന്റെ വരവിനെ കുറിച്ച് പോലും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും വെളിപ്പാട് പുസ്തകവും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരിലും ഒരു കൂട്ടർ തള്ളപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ തള്ളപ്പെടുന്നവർ ഒരു കൂട്ടരുണ്ടാകും. സുവിശേഷത്തിൽ വിശ്വസിക്കാഞ്ഞവരും കേൾപ്പാൻ അവസരം ലഭിക്കാതിരുന്നവരും. ആ മഹാപീഡന കാലത്തിൽ ഉൾപ്പെടുന്നവരെ കുറിച്ച്, ആർക്കൊക്കെ അത് ബാധകമാകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. രണ്ടാമത് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് മഹാപീഡന കാലത്തിന്റെ അല്ലെങ്കിൽ മഹാപീഡനത്തിന്റെ കാരണം എന്താണെന്നും ഉദ്ദേശം എന്താണെന്നും, കാരണവും ഉദ്ദേശവും എന്താണ് എന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. എന്നിട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ വായിച്ചു നിർത്തിയത് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ ആയിരുന്നുവല്ലോ. സ്തോത്രം. അവിടെ നമ്മൾ കണ്ടു മഹാപീഡനം ആർക്കാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത്. അതിന്റെ കാരണം, അതിന്റെ വസ്തുതകൾ നാം അവിടെ കാണുകയുണ്ടായി. ഒന്നും കൂടെ ആ വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. 2 തെസ്സലോനിക്കർ 2:9 മുതൽ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും.
സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിനെ ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശു മതി. താങ്ക് യു ജോഷ്ന. അധർമ്മമൂർത്തി എതിർ ക്രിസ്തു, അതേ സംബന്ധിച്ചുള്ള ഒരു പ്രധാന ഫോർലൈൻ ടീച്ചിങ് പൗലോസിന്റെ പഠിപ്പീരാണ് ഈ 2-ാമത്തെ അധ്യായം. അതിൽ പല കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ മഹാപീഡനത്തിന് ശേഷമേ ക്രിസ്തു വരൂ എന്ന് ഉപദേശിക്കുന്നവർ എടുക്കുന്ന ഒരു പ്രധാന വാക്യമുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് തിരികെ വരണം. ഇപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നില്ല. ഈ ഭാഗത്ത് നാം കാണുന്നത് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ആർക്കാണെന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കണ്ടു. ഒടുവിൽ അവിടെ എന്താ കാണുന്നത്? 1, നശിച്ചു പോകുന്നവർക്ക്; 2, രക്ഷിക്കപ്പെടാത്തവർക്ക്; 3, സത്യത്തെ സ്നേഹിക്കാത്തവർക്ക്; 4, സത്യത്തെ കൈക്കൊള്ളാത്തവർക്ക്, അതായത് സത്യത്തെ സ്വീകരിക്കാത്തവർക്ക്. മറ്റൊന്ന് നമ്മൾ കാണുന്നു, അനീതിയിൽ രസിക്കുന്നവർക്ക്. ന്യായവിധി വരേണ്ടതിന്, ദൈവം ഉപേക്ഷിച്ചവർക്ക്, ദൈവം കൈവിട്ടവർ. കണ്ടോ? ആർക്കൊക്കെയാണ്? നശിച്ചു പോകുന്നവർക്ക്. മറ്റൊന്ന്, രക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാനുള്ള സന്ദേശം കേട്ടിട്ടും രക്ഷിക്കപ്പെടാത്തവർക്ക്. സത്യത്തെ സ്നേഹിക്കാത്തവർക്ക്, സത്യത്തെ കൈക്കൊള്ളാത്തവർക്ക്. പിന്നെ നമ്മൾ കാണുന്നു, സത്യത്തെ വിശ്വസിക്കാത്തവർക്ക്, അനീതിയിൽ രസിക്കുന്നവർക്ക്, ന്യായവിധി വരേണ്ടതിന്, ന്യായവിധിക്ക് യോഗ്യരായവർക്ക്. രക്ഷ അല്ലെങ്കിൽ പിന്നെ ന്യായവിധിയാണ്, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ന്യായവിധിയാണ്. സ്തോത്രം. അപ്പോൾ ഈ എത്ര? 6 അല്ലെ? 6 കൂട്ടർക്കാണ് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞതൊന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. ദൈവസഭ ഈ 6 കൂട്ടരുടെ ഗണത്തിൽപ്പെടുന്നതാണോ? അല്ല. സ്തോത്രം. ദൈവസഭ നാശത്തിൽ നിന്നും രക്ഷപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരുമാണ്. 2, രക്ഷയുടെ സുവിശേഷം കേട്ടപ്പോൾ നമ്മൾ 13-ാമത്തെയും 14-ാമത്തെയും വാക്യത്തിൽ വായിച്ചു, രക്ഷിക്കപ്പെടുന്നവരാണെന്ന, രക്ഷയ്ക്കായി വിളിക്കപ്പെട്ടവരാണെന്ന. 3, നാം സ്തോത്രം സത്യത്തെ സ്നേഹിച്ചവരും സത്യത്തെ കൈക്കൊണ്ടവരും സത്യത്തെ വിശ്വസിക്കുന്നവരുമാണ്. വിശ്വസിച്ചവരും വിശ്വസിക്കുന്നവരുമാണ്.
ഇത്രയുമൊക്കെ ചെയ്തിട്ടും അനീതിയിൽ രസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ദൈവകോപമാണ് വരുന്നത്. നാം അതിന്റെ 11-12 വാക്യങ്ങൾ കാണുന്നു. അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന്. ആ പ്രയോഗത്തോട് ചേർന്ന് റോമാലേഖനം 1-ാം അധ്യായം 19-ാം വാക്യവും കൂടെ 18-ാം വാക്യവും കൂടെ വായിക്കാം. റോമർ 1:18, റോമൻസ് 1:18. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് മതി. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യന്റെ അഭക്തിക്ക് നേരെ, അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അത് തന്നെയാണ് പൗലോസ് 2 തെസ്സലോനിക്ക ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നത്. അനീതിയിൽ രസിക്കുന്നവർ, അനീതി ഹാബിറ്റ് ആക്കിയവർ, ശീലമാക്കിയവർ, അവർക്കെതിരെ ദൈവകോപം ജ്വലിക്കുന്നു. സ്വർഗത്തിൽ നിന്നത് വെളിപ്പെടുന്നു. അത് പൗലോസ് ഇവിടെ പറയുന്നു. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കെ അങ്ങനെയുള്ളവരുടെ മേൽ ദൈവകോപം പകരപ്പെടുന്നതിനാണ് അധർമ്മമൂർത്തിയുടെ വെളിപ്പാട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങളും ദൈവസഭയുമായുള്ള ബന്ധത്തിൽ ഉള്ളതല്ല, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഉള്ളതല്ല. സ്തോത്രം. പകരം 13-14 വാക്യങ്ങളിൽ ദൈവസഭയുടെ നമ്മെ വിളിച്ചതിന്റെ ആത്യന്തിക ഉദ്ദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളത് ഇന്നലെ കണ്ടു. വളരെ സൂക്ഷ്മതയോടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒന്നാണ്. നമ്മെ രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനായും നമ്മെ വിളിച്ചിരിക്കുന്നു. നാം കോപത്തിനുള്ളവരല്ല. വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതിനാണ് യേശുക്രിസ്തു വന്നത്. അതുകൊണ്ട് മഹാപീഡനം ആർക്ക്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ആർക്ക് എന്നൊക്കെയുള്ള വിഷയങ്ങൾ തിരുവെഴുത്ത് വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്നു. അതിനകത്ത് ദൈവസഭ ഇല്ല എന്നുള്ളത്. ആകയാൽ നാം കാത്തിരിക്കുന്നത് ദൈവക്രോധത്തെ അല്ല, അധർമ്മമൂർത്തിയെ അല്ല. തൻ്റെ ചങ്കിലെ ചോര അവസാനത്തെ തുള്ളി വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന, സ്ത്രീധനമായി തൻ്റെ രക്തവും വെള്ളവും തന്ന, തൻ്റെ രക്തത്താൽ നമ്മെ വിലക്കി വാങ്ങിയ ആത്മമണവാളനായ സ്നേഹസ്വരൂപനായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയാണ് ദൈവസഭ കാത്തിരിക്കുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അതോടൊപ്പം നമ്മൾ നേരത്തെ പഠിച്ച തുയഥൈര സഭയെ കുറിച്ചുള്ള ഒരു പ്രയോഗവും കൂടെ നോക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിച്ചാട്ടെ. 20-22 റെവലേഷൻ. എങ്കിലും ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല.
ഞാൻ അവളെ കിടപ്പിലും അവളുമേൽ വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. മതി 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 മതി. അവിടെ നമ്മൾ കാണുന്നു വലിയ കഷ്ടതയിലാക്കി കളയും. ഇംഗ്ലീഷിൽ എങ്ങനെ അത് കൊടുത്തിരിക്കുന്നത്? Great tribulation. I will put her in great tribulation. Great tribulation. വലിയ കഷ്ടതയും. അതുകൊണ്ട് ആ പദം അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, കൈവിടപ്പെട്ടു പോകുന്ന സഭ. ഇപ്പോൾ സഭയിലെ അംഗങ്ങളായിരുന്നിട്ട് വിശ്വാസികളെന്നും പാസ്റ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് ഇന്നത്തെ സഭാ സംഘടനകളിൽപ്പെട്ട പലരും യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. അങ്ങനെ കൈവിടപ്പെട്ടു പോകുന്ന ഒരു സമൂഹം, സഭയുടെ ഭാഗമായിരുന്നവർ, ക്രിസ്തുവിന്റെ കാന്ത എന്ന സഭയുടെ അല്ല, ലോകത്തിലെ ദൃശ്യസഭയുടെ, പ്രാദേശിക സഭകളുടെ, സംഘടനാ സഭകളുടെ, പ്രസ്ഥാനങ്ങളുടെ ഭാഗങ്ങളായിരുന്നവർ ധാരാളം പേർ, സഭാ നേതാക്കന്മാരുൾപ്പെടെ കൈവിടപ്പെട്ടു പോകും. അങ്ങനെയുള്ളവരെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ട് പറയുന്നത്, they will be put in great tribulation. അങ്ങനെയുള്ളവരെ മഹാകഷ്ടതയിലാക്കും. അവരെ കുറിച്ച് ഇവിടെ പറയുന്ന ഭാഗങ്ങൾ, ഈ വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മഹാപീഡനത്തിൽ പ്രവേശിക്കുന്ന ക്രൈസ്തവ സമൂഹമുണ്ട്. അവരാരാണ്? ഇസബേലിനെ പോലെ പാപം ചെയ്യുന്നവർ. ഈസബേൽ, ഇവിടെ പറയുന്ന ഈസബേലിനെ പോലെ പാപത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർ. അൺറിപ്പന്റന്റ് ഡിസ്പൈറ്റ് the repeated appeal from God. കർത്താവിൽ നിന്ന് ആവർത്തിച്ച് മാനസാന്തരപ്പെടാൻ ആഹ്വാനം ലഭിച്ചിട്ടും അവസരം ലഭിച്ചിട്ടും മാനസാന്തരപ്പെടാതിരിക്കുന്ന സഭാംഗങ്ങൾ. ഇസബേലിനെ പോലെ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവർ. അത് ശാരീരികമായ മ്ലേച്ഛതയാകാം, ആത്മീയമായ പരസംഗമാകാം. അങ്ങനെ പ്രവർത്തിക്കുന്നവർ. Those who seduce others to sin. മറ്റുള്ളവരെയും പാപത്തിലേക്ക് വശീകരിക്കുന്നവർ. പാപത്തിൽ തുടരുന്നവർ. ഇങ്ങനെയുള്ളവരൊക്കെ മഹാപീഡനത്തിലൂടെ കടന്നുപോകും. ദൈവസഭാംഗങ്ങളാണെങ്കിലും ഉപദേശിമാരും പ്രസംഗകരും പട്ടക്കാരും ഒക്കെയാണെങ്കിലും, മേൽപ്പട്ടക്കാരും സഭാ നേതൃത്വത്തിലുള്ളവരും കൺവെൻഷൻ പ്രസംഗകരും ബൈബിൾ അധ്യാപകരും ബൈബിൾ പണ്ഡിതരും ഒക്കെ ആണെങ്കിലും, സഭയ്ക്കകത്തിരുന്നു കൊണ്ട് ഇസബേലിനെ പോലെ പാപം ചെയ്യുകയും മറ്റുള്ളവരെ പാപത്തിലേക്ക് ആകർഷിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്നവരും, മാനസാന്തരമില്ലാതിരിക്കുന്നവരും പാപത്തിൽ തുടരുന്നവരും ഒക്കെ ആയിട്ടുള്ളവരും മഹാപീഡനത്തിൽ പ്രവേശിക്കും. എന്നാൽ അങ്ങനെയുള്ളവർ ദൈവസഭയുടെ ഭാഗം അല്ല. ദൈവസഭയുടെ ഭാഗമല്ല. അതിന് പകരം ഇവൻ
ഇസബേലിനെ അനുവദിക്കുന്നവർ പോലും അതിലകപ്പെടും കേട്ടോ. മനസ്സുകൊണ്ട് ചിലരെ അനുവദിക്കുന്നവരുണ്ട്. നമ്മുടെയൊക്കെ സഭാ സംഘടനകളിലുണ്ട്. പാപം ചെയ്ത പിടിക്കപ്പെട്ട ചിലരെ മനസ്സുകൊണ്ട് രഹസ്യമായി പിന്താങ്ങുന്നവരുണ്ട്. ചിലർ പരസ്യമായിട്ട് വരും, ചിലര് പരസ്യമായിട്ട് വരത്തില്ല. അങ്ങനെയുള്ളവരെ പിന്താങ്ങിയാൽ കൂടുതൽ നാറുമെന്നുള്ളത് കൊണ്ട് പരസ്യമായിട്ട് മാറി നിൽക്കുമെങ്കിലും ഉള്ളം കൊണ്ട് അവരോട് പറ്റി നിൽക്കുന്നവരുണ്ട്. അവരും പോകത്തില്ല, കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടില്ല. അവരും ഈ കൂട്ടത്തിലേക്ക് തള്ളപ്പെടും. നമുക്ക് മനുഷ്യനെ മാത്രമേ വഞ്ചിക്കാൻ പറ്റൂ, ദൈവത്തെ വഞ്ചിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഹൃദയത്തിന്റെ ആലോചനകളെ അറിയുന്നവനാണ്, നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. നാം പോലും അറിയാത്ത നമ്മുടെ സ്വഭാവങ്ങളെ, അന്ധകരണത്തിൽ ഒളിച്ചു കിടക്കുന്ന രഹസ്യങ്ങളെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളതെന്ന് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറയുന്നു. സ്തോത്രം. അതുകൊണ്ട് പുറമെ നമ്മൾ എന്തൊക്കെ അഭിനയിച്ചാലും അകമേ നമ്മൾ ആരാണെന്നുള്ളത് ദൈവത്തിനറിയാം. ഞാൻ സാധാരണ പറയുന്നത് പോലെ, പുറമേ നമ്മൾ എത്ര വെള്ളരിപ്രാവായാലും അകമേ കാക്കയാണെങ്കിൽ വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും കർത്താവിനതറിയാം. അങ്ങനെ അകമേ കാക്കയായിരിക്കുന്ന ആരും കർത്താവിന്റെ രാജ്യത്തിൽ പോകില്ല. മനസ്സിലായല്ലോ? പുറമേ വെള്ളരിപ്രാവ. Externally we can become hypocritically very white doves, but internally at the same time we can remain and continue black crows. People may not identify us. Sometimes even God will not let his servants discern us, but still God knows. സ്തോത്രം. ദൈവത്തിന്റെ ഭക്തന്മാരും ദൈവത്തിന്റെ പ്രവാചകന്മാരും ഒരുപക്ഷെ നമ്മെ വിവേചിക്കുവാൻ ദൈവം അനുവദിക്കാതിരുന്നേക്കാം എന്ന് വിചാരിച്ച് ദൈവം നമുക്ക് അകമേ കറുത്ത കാക്കയായിരിക്കാൻ അനുവദിച്ചു എന്ന് കരുതരുത്. വളരെ ഭയപ്പാടോടുകൂടെയാണ് ഞാനിത് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ കൂട്ടർ ഇങ്ങനെയുള്ളവരാണ് മഹാപീഡനത്തിൽ പ്രവേശിക്കുന്നത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ഇങ്ങനെയുള്ളവർക്കാണ് വലിയ കഷ്ടത വരാൻ പോകുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല എന്ന് കരുതട്ടോ. സുവിശേഷം ഇതുവരെയും കേട്ടിട്ടില്ലാത്തവർക്ക് അന്ന് 2 സാക്ഷികളെ അയച്ച് സുവിശേഷം കേൾപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴ് അന്ന് ഇല്ലാതെ നേരത്തെ സുവിശേഷം ഒരിക്കൽ പോലും കേൾക്കാതെ മരിച്ചുപോയവരോ? അവർക്ക് അങ്ങനെ അവസരം കിട്ടുന്നേ ഇല്ലല്ലോ. അപ്പൊ അവരുടെ അവസ്ഥ? റോമാലേഖനം 2-ാം അധ്യായത്തിൽ അതിന് ഉത്തരം പൗലോസ് തരുന്നുണ്ട്.
സുവിശേഷം കേട്ടവരെ ദൈവം സുവിശേഷം വച്ച് വിധിക്കും. ന്യായപ്രമാണം കിട്ടിയവരെ ന്യായപ്രമാണം വെച്ച് വിധിക്കും. അങ്ങനെ എഴുതപ്പെട്ട ഒരു ന്യായപ്രമാണമോ സുവിശേഷമോ കേൾക്കുവാൻ അവസരം ഇല്ലാതിരുന്നവർക്ക് ദൈവം ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം കൊടുത്തിട്ടുണ്ട്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 19 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവം ദൈവത്തെക്കുറിച്ച് അവർക്ക് വെളിവാക്കി. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. Because of the divine revelation in human conscience, man is defenseless before God. ദൈവം ദൈവത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യ മനസ്സുകളിൽ പകർന്നിട്ടുള്ളത് കൊണ്ട് ന്യായവിധിയിൽ മനുഷ്യൻ ദൈവം മുമ്പാകെ പ്രതിവാദമില്ലാത്തവനാണ്. ഓരോരുത്തർക്കും കിട്ടിയ വെളിപ്പാടനുസരിച്ചായിരിക്കും ദൈവം ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം ഇതുവരെ കേൾക്കാൻ ഒക്കാതെ മരിച്ചു പോയവർക്ക് ദൈവം അവർക്ക് ദൈവത്തെക്കുറിച്ച് എങ്ങനെ എന്തളവിൽ വെളിപ്പെടുത്തിയോ ആ അളവ് വെച്ചുകൊണ്ട് അവരെ വിധിക്കും. ഇവൻ നമ്മുടെ കാര്യമായാലും എന്നെ ദൈവം വിധിക്കുന്നത് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന വെളിപ്പാടുകൾക്കനുസരിച്ചാ. നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ചല്ല ദൈവം എന്നെ വിധിക്കുന്നത്. എനിക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ചല്ല എൻ്റെ ഭാര്യയെ ദൈവം വിധിക്കുന്നത്. ഓരോരുത്തർക്കും ദൈവം തന്നെക്കുറിച്ച് തന്നെ കൊടുത്ത വെളിപ്പാടുകളുണ്ട്. അത് തിരുവെഴുത്തുകളിലൂടെയാകാം, പ്രകൃതിയിലൂടെയാകാം, മനസ്സാക്ഷിയിലൂടെയാകാം, ന്യായപ്രമാണത്തിലൂടെയാകാം, സുവിശേഷത്തിലൂടെയാകാം. അതിനനുസരിച്ച് കർത്താവ് ഓരോരുത്തരെ ന്യായം വിധിക്കും. വേറെ എന്തെങ്കിലും? ഒന്നുമില്ല. എങ്കിൽ മഹാപീഡനത്തെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ളത് ഞാനൊന്ന് പറഞ്ഞുവിടാം. എല്ലാം ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ചിലത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഒന്നെടുത്തു പറയുന്നു. പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ചില വേദഭാഗങ്ങൾ: യിരെമ്യാവ് 30-ാം അധ്യായം 4 മുതൽ 11 വരെ, ജെരമായ 30:4-11. വേറെ ചില ഭാഗങ്ങൾ യിരെമ്യാവിൽ നിന്ന് നമ്മൾ നേരത്തെ തന്നെ വായിച്ചിരുന്നു. അതിൽ പലതും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി. അതായത് യിരെമ്യാവ് 25-ാം അധ്യായം 31 തൊട്ട് 33 വരെ ഉള്ളത്, യെശയ്യാവ് 13-ന്റെ 9, 26-ന്റെ 21 ഒക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അതല്ല, ഞാൻ ഈ ഭാഗത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ദാനിയേൽ 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ, Daniel chapter 7 and 8, also chapter 7, 19 to 27. ദാനിയേൽ 7-ന്റെ 7-ഉം 8-ഉം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 9:27 following. 9-ാം അധ്യായം, ദാനിയേൽ 9-ാം അധ്യായം
26ഉം 27ഉം വാക്യങ്ങളായിക്കോട്ടെ. 26 and 27. 26ഉം 27ഉം വാക്യങ്ങൾ. Daniel chapter 11, 36 to 45. ദാനിയേൽ 11:36 മുതൽ 45 വരെ. ദാനിയേൽ 12:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും 11 മുതൽ 13 വരെ. Daniel 12:1 to 4 and 11 to 13. Joel 2:1 to 11. യോവേൽ പ്രവചനം 2:1 തൊട്ട് 11 വരെ. 28 തൊട്ട് 32 വരെയും. 2-ാം അധ്യായം തന്നെ 1 തൊട്ട് 11 വരെയും 28 മുതൽ 32 വരെയും. Joel chapter 2, 1 to 11 as well as 28 to 32. Zephaniah chapter 1, 14 to 18. സെഫന്യാവ് 1-ാം അധ്യായം 14 മുതൽ 18 വരെ. 14 മുതൽ 18 വരെ. സെഖരിയാവ് 13:8 തൊട്ട് 14:2 വരെ. Zechariah 13 verse 8 to chapter 14 verse 2. ഇങ്ങനെ പഴയ നിയമത്തിലെ ചില ഭാഗങ്ങൾ, വേറെയുമുണ്ട്. ഈവൻ ഉൽപ്പത്തി മുതലേ നമുക്ക് വേണമെങ്കിൽ മഹാപീഡനത്തെ കുറിച്ചുള്ള ചില സൂചനകളുണ്ട്. അവിടേക്കൊന്നും ഈ തരണത്തിൽ പോകുന്നില്ല. പുതിയ നിയമത്തിൽ നിന്ന്, ഫ്രം ദ ന്യൂ ടെസ്റ്റമെന്റ്, മാത്യു ചാപ്റ്റർ 24. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. Matthew 24, Mark 13 and Luke 21. അതിലെ ചില വാക്യങ്ങൾ മഹാപീഡനത്തിൽ നിന്ന് മാറിയുള്ളതാണ്. എന്നാൽ സിംഹഭാഗവും കൂടുതലും ഭൂരിപക്ഷവും അതുമായി ബന്ധപ്പെട്ടതും കർത്താവിന്റെ 2-ാം വരവ്, ഭൂമിയിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ടതുമായ ഭാഗങ്ങളാണ്. എല്ലാമല്ല എങ്കിലും കൂടുതലും ഉള്ളത് കൊണ്ട് അധ്യായങ്ങളായിട്ടങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. കൊലോസ്യ ലേഖനം 2:16-17. കൊലോഷ്യൻസ് 2:16 and 17. Second Thessalonians chapter 2. നമ്മളിപ്പോൾ വായിച്ച 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ അതിൽ ചില വാക്യങ്ങൾ അല്ലാതെ ഉണ്ട്. എന്നാൽ പൊതുവെ അധ്യായം മുഴുവനും മഹാപീഡനത്തെക്കുറിച്ചും എതിർ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും ഒക്കെ പറയുന്നതാണ്. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 5, 1 to 11. 1 തെസ്സലോനിക്കർ 5, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. Revelation 5 to 18. ഏതാണ്ട് 19 വരെ എന്ന് വേണമെങ്കിൽ പറയാം. 5-ാം അധ്യായം തൊട്ട് 19-ാം അധ്യായം വരെയുള്ള വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗങ്ങൾ. അപ്പൊ ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മഹാപീഡനത്തെ കുറിച്ചുള്ള ഏറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ മഹാപീഡനത്തെക്കുറിച്ചും എതിർ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും ഭരണത്തെക്കുറിച്ചും എതിർ ക്രിസ്തുവിനെ യേശുക്രിസ്തു നിത്യശിക്ഷാവിധിയിലേക്ക് തള്ളിക്കളയുന്നതിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ചും നിത്യരാജ്യത്വത്തെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ദൈവസഭയുടെ ഉൽപ്രാവണത്തെ സംബന്ധിച്ചുള്ള രേഖകൾ
പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ ഇല്ല. നമ്മളത് കണ്ടു. കാരണം സഭ അന്ന് ഒരു മർമ്മം ആയിരുന്നു. മർമ്മമായിരുന്ന സഭയെക്കുറിച്ച് പഴയ നിയമത്തിൽ എന്തിനേറെ ഹാബേൽ തുടങ്ങി അല്ലെങ്കിൽ ആദം തുടങ്ങി സ്നാപക യോഹന്നാൻ വരെയുള്ള ആർക്കും ദൈവം വെളിപ്പെടുത്തിയിരുന്നില്ല. അത് ദൈവം സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് ഏറ്റവും ആദ്യം കൊടുക്കുന്നത് ആർക്കാണെന്ന് പൗലോസ്ലിഹ എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിലും ആ കാര്യം പറയുന്നു. കൊലോസ്യർ 1:26, കൊലോഷ്യൻസ് 1:26. പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു സഭ. 25-ാം വാക്യത്തിൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു എന്ന് സഭയെപ്പറ്റി പൗലോസ് പറഞ്ഞിട്ടാണ് പറയുന്നത്. അത് അല്ലെങ്കിൽ സുവിശേഷവും സഭയും പൂർവകാലങ്ങൾക്ക് തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം ആയിരുന്നു, ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എഫേസ്യ ലേഖനം 3:5 വാക്യം 3:5. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ഇപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പാടിനാൽ ഇത് അറിവായി വന്നു. അതുപോലെ പൂർവകാലങ്ങളിൽ ആർക്കും അറിവായി വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഭയുടെ ഉൽപ്രാപണത്തെ സംബന്ധിച്ച് പഴയ നിയമ പ്രവാചകന്മാർ ആരും കണ്ടിട്ടില്ല, പ്രവചിച്ചിട്ടില്ല. സ്തോത്രം. അതുകൊണ്ടാണ് മഹാപീഡനത്തെ കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ രേഖയുണ്ടെങ്കിലും ഉൽപ്രാപണത്തെ കുറിച്ച് രേഖയില്ലാത്തത്. ശരി, ഇത്രയും കാര്യങ്ങള് വ്യക്തമാണല്ലോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്നാൽ ഇനി നമുക്ക് നോക്കാം, why the church will not go through tribulation. What are the reasons? ദൈവസഭ മഹാപീഡനത്തിലൂടെ പോവുകയില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് വരും, സഭയെ ചേർക്കും എന്ന് വിശ്വസിക്കുന്നു. അതിനുള്ള ചില കാരണങ്ങളാണ് നാം ഇനി നോക്കുന്നത്. ഒന്നാമത്തെ കാരണം, the first reason, Christ's own promise. Christ's own promise. ക്രിസ്തുവിന്റെ തന്നെ വാഗ്ദത്തം, സഭയോടുള്ള ക്രിസ്തുവിന്റെ വാഗ്ദത്തം. എന്താണ് ക്രിസ്തുവിന്റെ വാഗ്ദത്തം? പ്രത്യേകിച്ച് ഫിലദൽഫിയ സഭയോട് കർത്താവ് പറയുന്ന കാര്യം കേട്ടായിരുന്നല്ലോ. നമ്മൾ ആ ഭാഗത്ത് അത് പറഞ്ഞായിരുന്നു. റെവലേഷൻ 3:10, വെളിപ്പാട് 3:10 വാക്യം. അറിയില്ലേ? പ്രജ്ഞതയെ കുറിച്ചുള്ള എന്റെ വചനം നീ
ഉണ്ടതിനാൽ ഭൂമിയിൽ വതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ ഫിലദൽഫിയയിലെ സഭയ്ക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദത്തം ഭൂമിയിലെങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. നമ്മൾ നേരത്തെ തന്നെ കണ്ടു, പഠിച്ചു. മഹാപീഡനം ഭൂമിയിലെങ്ങുമുള്ളവർക്ക് വരും. ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതുപോലെയുള്ള പീഡനം സംഭവിക്കും. പക്ഷേ കർത്താവ് വാഗ്ദത്തം കൊടുക്കുകയാണ്, ഞാൻ നിന്നെ അതിൽ നിന്ന് കാക്കും. ഞാൻ നിന്നെ അതിൽ നിന്ന് കാക്കും. കർത്താവിന്റെ വാഗ്ദത്തമാണ് അവിടെ. Because you have guarded and kept my word of patient endurance. അതിനൊത്തിരി വിശേഷണങ്ങളുണ്ട്. Have held fast the lesson of my patience with the expectant endurance that I give you. I also will keep you safe from the hour of trial, which is coming on the whole world to try those who dwell upon the earth. കണ്ടോ അവിടുത്തെ പ്രയോഗം? മലയാളത്തിലേതിനേക്കാൾ അല്പം കൂടെ ക്ലാരിറ്റി, കുറെ കൂടെ വ്യക്തത നമുക്ക് ഇംഗ്ലീഷിലുള്ളത് കൊണ്ടാണ് ഞാനത് വായിച്ചത്. കർത്താവിന്റെ വാഗ്ദത്തം എന്താ? I also will keep you not in but from the hour of trial, which is coming on the whole world to try those who dwell upon the earth. മലയാളത്തിൽ അത്ര വ്യക്തമല്ലാത്തത് ഗ്രീക്കിലേതുപോലെ തന്നെ ഇംഗ്ലീഷിലും കൊടുത്തിരിക്കുകയാണ്. I will keep you from the hour of trial, not keep you in. പരീക്ഷാകാലത്ത് നിന്നും ഞാൻ നിന്നെ കാക്കുമെന്ന അർത്ഥം. പരീക്ഷാകാലത്തിനകത്ത് നിന്നെ കാക്കും എന്നല്ല, വരുവാനുള്ള പരീക്ഷാകാലത്ത് നിന്ന് ഞാൻ നിന്നെ കാക്കും. I will keep you from, not in. സ്തോത്രം. ഗ്രീക്കിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഇത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. ഭൂതലത്തിലെങ്ങുമുള്ളവരെ പരീക്ഷിക്കുവാൻ വേണ്ടി ഉള്ള പരീക്ഷാകാലം. കർത്താവിന്റെ വാഗ്ദത്തം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മൾ കണ്ടു വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾ. ആ പ്രാദേശിക സഭകൾ മാത്രമല്ല, സഭയുടെ ഉത്ഭവം മുതൽ ഉൽപ്രാവണം വരെ നിലനിൽക്കുന്ന സഭാ കാലയളവുകളുടെ പ്രാതിനിധ്യമാണ് ആ 7 സഭകൾ വഹിക്കുന്നത്. അങ്ങനെ കർത്താവ് തരുന്ന വാഗ്ദത്തമാണ്, വരാനുള്ള പീഡന കാലത്തിൽ നിന്നും കർത്താവ് നമ്മെ കാക്കും എന്നുള്ളത്. കർത്താവിന്റെ വാഗ്ദത്തം തിരുവെടുത്ത് പറയുന്നത് പോലെ ഭോഷ്കില്ലാത്ത കർത്താവ്, ഭോഷ്ക്ക് പറയാൻ ഒക്കാത്ത കർത്താവ്,
തന്നിരിക്കുന്ന വാഗ്ദത്തം നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാമല്ലോ. ലോകത്തിലെ ഇലക്ഷൻ സമയത്ത് പാർട്ടിക്കാർ പറയുന്ന പ്രമേയങ്ങൾ പോലെയല്ല സ്ഥാനാർത്ഥികൾ നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങൾ പോലെയല്ല യേശുവിന്റെ വാഗ്ദത്തങ്ങൾ എന്ന് നമുക്കറിയാം. അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഊവ ഊവ എന്ന് തന്നെയാണ്. സ്തോത്രം. Promise of exemption from the tribulation. അപ്പോൾ ലോകമെങ്ങും വരാൻ പോകുന്ന പരീക്ഷാകാലത്ത് നിന്ന് ഉള്ള വിമോചനത്തിന്റെ വാഗ്ദത്തം കർത്താവ് നമുക്ക് നൽകിയിരിക്കും. രണ്ടാമത്തെ കാരണം, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്, എങ്കിലും ഈ കാരണത്തിൽ ഉൾപ്പെടുത്തി ഒന്ന് പറയുന്നു എന്ന് മാത്രം. Because tribulation is assigned for the Gentiles. ജാതികളോട് ദൈവത്തിന് പ്രതികാരം ചെയ്യുന്നതിനുള്ള സമയമാണ്. So the church is quite different from the Greeks or the heathens. ജാതികളോട് ദൈവത്തിന് പ്രതികാരം ചെയ്യാനുള്ള സമയമാണിത്. എന്നാൽ നമ്മൾ ജാതികളിൽ നിന്നും വ്യത്യസ്തരാണെന്ന് ഇതിനോടകം പഠിച്ചു കഴിഞ്ഞല്ലോ, വിവരണത്തിന്റെ ആവശ്യമില്ലല്ലോ. യിരെമ്യാ പ്രവചനം 25-ന്റെ 31 തൊട്ട് 33 വരെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. അതുകൊണ്ട് ഇപ്പോൾ വായിക്കണ്ട. യെശയ്യാ 25-ന്റെ 31 തൊട്ട് 33 വരെ യിരെമ്യാ ആണല്ലോ ഞാൻ പറഞ്ഞല്ലേ, യെരമ്യാ 25. Now Isaiah 26:21, യെശയ്യാ 26-ന്റെ 21. പിന്നെ ഇപ്പോൾ നമ്മൾ വായിച്ച 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9 മുതൽ 12 വരെ നമ്മൾ ഇപ്പോൾ തന്നെ വായിച്ചിരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മോട് പറയുന്നു ഈ മഹാപീഡനകാലം സഭയ്ക്കല്ല എന്ന്. മറ്റൊരു തെളിവും കൂടെ നമുക്കുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം, ജെനസിസ് 18:25 നമ്മൾ നേരത്തെ കണ്ടതാണ്. സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കുമ്പോൾ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന നീതിമാന്മാരായ ലോത്തിനെയും കുടുംബത്തെയും അവിടെ നിന്നും ദൈവം മാറ്റി. അതുപോലെ ദാനിയേൽ 2-ന്റെ 17-ാമത്തെ വാക്യത്തിലുണ്ട്, ദാനിയേൽ 2:17, നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിലുള്ള എല്ലാ ജ്ഞാനികളെ, ശകുനവാദികളെ, മന്ത്രവാദികളെ, ഭാവി പറയുന്നവരെ, അവരെ ഒക്കെ കൂടെ കൊന്നുമുടിക്കാൻ കൽപ്പന കൊടുത്തപ്പോൾ ആ കൂട്ടത്തിൽ ദാനിയേലും കൂട്ടരും കൂടെ ഉൾപ്പെടുമായിരുന്നു. പക്ഷേ അവരോടുകൂടെ ദാനിയേലിനെ നശിക്കുവാൻ അനുവദിച്ചില്ല. വെളിപ്പാട് 16-ാം അധ്യായത്തിന്റെ 1-ഉം 7-ഉം വാക്യങ്ങൾ, വെളിപ്പാട് 16-ന്റെ റെവലേഷൻ 16:1 and 7. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ദൈവസഭ ജാതികളിൽ നിന്നും വ്യത്യസ്തരാണെന്നും ജാതികൾക്ക് വേണ്ടി പ്രതികാര നാളായി ദൈവം വെച്ചിരിക്കുന്ന മഹാപീഡനത്തിൽ നിന്ന് സഭ അത് നിമിത്തം തന്നെ ഒഴിവുള്ളവർ ആയിരിക്കും എന്നുമാണ്.
മൂന്നാമത്തെ കാരണം അതും നമ്മൾ പഠിച്ചതാണ്. The tribulation period is known as the trouble of Jacob, the time of the trouble of Jacob. ഈ യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് അറിയപ്പെടുന്നത്, സഭയുടേതല്ല. യിരെമ്യാവ് 30:7 വാക്യം, യിരെമ്യാവ് 30:7 വാക്യം, യാക്കോബിന്റെ കഷ്ടകാലം. അതായത് ഈ പീഡനകാലം ദൈവം ഇസ്രായേലിന് വേണ്ടി നിയമിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചും നമ്മൾ വിശാലമായി പഠിച്ചതായതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നാലാമത്തെ കാരണം this is known as the time of tribulation is known as the time of the doom of Gentiles, the time of the doom of Gentiles. എസെക്കിയേൽ 30:3 വാക്യം വേണമെങ്കിലൊന്ന് വായിച്ചോളൂ. എസെക്കിയേൽ 30:3 നാൾ അടുത്തിരിക്കുന്നു, അതെ, യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. അത് മേഘമുള്ള ദിവസം ജാതികളുടെ കാലം തന്നെ ആയിരിക്കും. ജാതികളുടെ കാലം തന്നെ ആയിരിക്കും. The time of Gentiles എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. That is the time of the doom of Gentiles. അപ്പൊ ഇവിടെ നമ്മളിപ്പോ പഠിച്ചതുപോലെ ജാതികളുടെ കാലമെന്നും അവർക്കുള്ള പ്രതികാര ദിവസമെന്നും അവരുടെ വിനാശ ദിവസമെന്നും യാക്കോബിന്റെ കഷ്ടകാലമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും സഭയുടെ കഷ്ടകാലമോ സഭയുടെ നാശ ദിവസമോ ഒന്നും ആയിട്ട് തിരുവെഴുത്ത് പറയുന്നില്ല. സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നില്ല. മറ്റൊരു കാരണം, സ്തോത്രം, മുമ്പേ പറഞ്ഞതുപോലെ the hope of the church is not the Antichrist, but Jesus Christ, the groom of the church. സ്വന്തം ജീവൻ വില നൽകി സഭയെ വീണ്ടെടുത്ത, തനിക്കായിട്ട് തന്നെ വീണ്ടെടുത്ത ആത്മമണവാളനായ ക്രിസ്തുവിന് വേണ്ടിയാണ് സഭ കാത്തിരിക്കുന്നത്. സഭയുടെ പ്രത്യാശ ക്രിസ്തുവാണ്, എതിർ ക്രിസ്തു അല്ല. സ്തോത്രം. എതിർ ക്രിസ്തു അല്ല. ഒന്ന് തെസ്സലോനിക്കർ 1:10, ഫസ്റ്റ് തെസ്സലോനിയൻസ് 1:10. ഒത്തിരി ഭാഗങ്ങളുണ്ട്, 1-2 നമ്മൾ നോക്കുന്നത്. സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് മതി. വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്ന സഭ. വരുവാനുള്ള ക്രോധത്തിനായിട്ടല്ല കാത്തിരിക്കുന്നത്, വരുവാനുള്ള കോപത്തിൽ നിന്നും വിടുവിക്കുന്ന യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടാണ് സഭ കാത്തിരിക്കുന്നത്. The hope of the church. സ്തോത്രം. അടുത്തത് the divine promise for the church, the promise of God for the church. ദൈവസഭയ്ക്കായി അല്ലെങ്കിൽ നമുക്കായി ദൈവത്തിന്റെ വാഗ്ദത്തം.
എന്താണ് ദൈവത്തിന്റെ വാഗ്ദത്തം? ഇപ്പോൾ നമ്മളൊന്ന് വായിച്ചു 1 തെസ്സലോനിക്കർ 1:10, കൂടാതെ 5:9. 1 തെസ്സലോനിക്കർ 5:9. റോമർ 5:9. റോമർ 5:9. റോമൻസ് 5:9. ദൈവം നമ്മെ ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്നും വിടുവിക്കും എന്നുള്ള വാഗ്ദത്തം. സ്തോത്രം. പൗലോസിന്റെ പ്രസ്താവന മാത്രമല്ല, കർത്താവിന്റെ വാഗ്ദത്തം കൂടെയാണ് സഭയ്ക്ക്. A deliverance from, not in, from the time of trouble. മറ്റ് ചിലതും കൂടെ ഉണ്ട്. നമ്മുടെ സമയം തീർന്നത് കൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ ഇങ്ങനെയുള്ള ഏറിയ കാരണങ്ങളാൽ നമുക്ക് മനസ്സിലാക്കാം ദൈവസഭ മഹാപീഡനത്തിലൂടെ കടന്നു പോവുകയില്ലെന്നും ദൈവസഭ കാത്തിരിക്കുന്നത് പോലെ സകല ലോകത്തിന്മേലും ഒരു വലിയ വിപത്ത്, അപകടം ഭവിക്കുന്നതിന് മുമ്പേ കർത്താവ് തന്റെ സഭയെ ചേർത്തുകൊള്ളുമെന്ന്. ആകയാൽ വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ പ്രത്യക്ഷനാകുന്ന യേശുക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷതയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നമുക്കും കർത്താവിനെ നേരിൽ കണ്ട് കർത്താവിനോട് അനുരൂപരായി കർത്താവിനൊപ്പം വസിക്കുന്നതിനുള്ള ഏറിയ പ്രത്യാശയോടെ മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.